ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആരോടും മനസ്സു തുറക്കാൻ കഴിയാതെ വേദനയിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കേൾക്കാൻ കർത്താവ് ഇന്ന് നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നു. പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങളിൽ ദൈവം നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ കരച്ചിലുകൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ദുഃഖം, പ്രയാസം എല്ലാം കർത്താവിനോട് ഏറ്റുപറയാം. ആരോടും ഹൃദയം തുറന്നിട്ടില്ലാത്ത വേദനിപ്പിക്കുന്ന അസഹനീയമായ കാര്യങ്ങളെ ഇന്ന് രാത്രിയിൽ കർത്താവിനോട് ഏറ്റുപറയുക. കർത്താവ് നിന്നെ കേൾക്കുന്നു. കർത്താവ് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന രാത്രിയാണ്. കർത്താവ് നിന്നിൽ നിന്നും സകല അവമതിയും അപമാനവും എടുത്തു മാറ്റുന്ന ദിവസമാണ്. ഈ രാത്രിയിൽ കർത്താവ് നിന്നെ സന്ദർശിച്ച് നിന്നെ സൗഖ്യപ്പെടുത്തുന്ന സമയമാണ്. ഈ സമയം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് സന്തോഷവും സമാധാനവും ആഹ്ലാദവും ആനന്ദവും നമുക്കുണ്ടാകാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മേൽ നീ കരുണ ചൊരിയണമേ. എൻ്റെ അവമാനങ്ങൾ നീ എടുത്തു മാറ്റി എൻ്റെ ജീവിതത്തിൽ നിന്ന് പരാജയങ്ങൾ നീക്കം ചെയ്ത് എനിക്ക് കിട്ടേണ്ടതായ അവകാശങ്ങളെ നേടിയെടുക്കുവാനും എൻ്റെതായ അനുഗ്രഹങ്ങളെ എനിക്ക് അനുഭവിക്കുവാനും അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റപ്പെടുന്നതിനും എൻ്റെ കണ്ണുനീർ ആരും കാണാതെ ഞാൻ കരഞ്ഞ എൻ്റെ കണ്ണുനീർ നീ തുടച്ചു നീക്കി എന്നെ ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ മനസ്സിൻ്റെ വേദനയും ശരീരത്തിൻ്റെ രോഗങ്ങളും ഹൃദയത്തിലുള്ള അസ്വസ്ഥതയും ഭയവും നിരാശയും കർത്താവിനെ ഏൽപ്പിച്ച് സുഖമായ ഒരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും: ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ ജനങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ, എന്നെ കേൾക്കുന്ന രോഗികളായ എല്ലാവരെയും, എന്നെ കേൾക്കുന്ന പരാജയഭീതിയിലായിരിക്കുന്നവരെയും, എന്നെ കേൾക്കുന്ന കരയുന്നവരെ, എന്നെ കേൾക്കുന്ന മനസ്സ് തകർന്നിരിക്കുന്നവരെ ഈ രാത്രിയിൽ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഈ രാത്രിയിൽ ഈ മക്കളുടെ കണ്ണുനീർ ഒപ്പിയെടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ നീ കാണണമേ. അവരുടെ വേദനകളെ നീ എടുത്തു മാറ്റി അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണമേ. അവർക്ക് ഏറ്റിരിക്കുന്ന അപമാനങ്ങളിൽ നിന്നും അവമതികളിൽ നിന്നും ഈ രാത്രിയിൽ എന്നേക്കുമായി അവരെ മോചിപ്പിച്ച് അങ്ങയുടെ സന്തോഷം നുകരാൻ, അങ്ങയിൽ ആഹ്ലാദിക്കാൻ
ഈ മക്കളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശ അങ്ങയിൽ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയം നിന്റെ അനുഗ്രഹങ്ങളുടെ നിറവിനാൽ, നിന്റെ സൗഖ്യത്തിൻ്റെ നിറവിനാൽ ഞങ്ങളെ ആശീർവദിക്കണമേ. കർത്താവേ, സൗഖ്യം അങ്ങയുടേതാണ്. കർത്താവേ, കാല് മുറിച്ചു മാറ്റിയ ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗികളായ ഓരോരുത്തരുടെയും രോഗാവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം നൽകി പരിപൂർണ സൗഖ്യം നൽകി അവിടുന്ന് ഈ രാത്രിയിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഈ രാത്രിയിൽ വേദനിച്ച് കരയുന്നവരുടെ മേൽ നീ കരുണ ചൊരിഞ്ഞ് അവരുടെ കണ്ണുനീർ നീ ഒപ്പണമേ. ഈ രാത്രിയിൽ മനസ്സ് അസ്വസ്ഥപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ കർത്താവേ, നീ ഞങ്ങളുടെ സന്തോഷമായി, നീ ഞങ്ങളുടെ ആനന്ദമായി, ആഹ്ലാദമായി വന്ന് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. എല്ലാം തകർന്നവർക്ക് നീയുണ്ട്. ഞങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ കർത്താവേ, നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗമേറ്റ എല്ലാ കാര്യങ്ങളെയും, ആ ഭംഗം വരുത്തിയ വ്യക്തികളെയും സംഭവങ്ങളെയും കർത്താവേ, രാത്രിയിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ആരും കാണാതെ കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് നനഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ തുടച്ച് ഈ രാത്രിയിൽ സന്തോഷാശ്രുക്കൾ അവരുടെ കണ്ണിൽ നിന്നും പൊഴിയുവാൻ നീ ഇടപെടണമേ, അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങൾക്ക് വിജയം നൽകണമേ. എല്ലാ തടസ്സങ്ങളെയും മാറ്റി നീ ഇന്ന് ഞങ്ങളുടെ മേൽ വിജയം വരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുതൽ നൽകി ഈ രാത്രിയിൽ കണ്ണുനീർ വാർക്കാതെ സന്തോഷം കൊണ്ട് ഉറങ്ങാൻ, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയത്തിൻ്റെ എല്ലാ വേദനയും ഈ മക്കളിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോകട്ടെ. അവരുടെ ആശങ്കകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. എന്നെ കേൾക്കുന്ന ഈ മക്കളിൽ നിന്നെല്ലാം ഭയവും മാറിപ്പോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ. ശാരീരിക രോഗങ്ങൾ സുഖപ്പെടട്ടെ, മനസ്സിൻ്റെ അസ്വസ്ഥതകൾ സുഖപ്പെടട്ടെ, മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങട്ടെ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യവും സമാധാനവും ആനന്ദവും നുകരാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മക്കളെ ആശീർവദിക്കട്ടെ. കർത്താവേ, എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി എല്ലാവരെയും നീ ആശീർവദിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ നീ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെയും ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്നതിനെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കിക്കളയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ നീ ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. നാളത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം മുഴുവൻ കാത്ത് സംരക്ഷിച്ച അങ്ങേക്ക് സർവമഹത്വവും അർപ്പിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിൻ്റെ കൃപാവരങ്ങൾ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.